ഹൽദിയൊക്കെ കഴിഞ്ഞ് എവിടെ പോയി കിടക്കണമെന്നുള്ള ചർച്ചയിലാണ് കേട്ടോ. അപ്പോൾ ഹൽദി കഴിഞ്ഞിട്ട് എനിക്ക് 2 പണി കിട്ടിയായിരുന്നു. ഒന്ന് എൻ്റെ കാലിന് വയ്യാണ്ടായി, പിന്നെ എനിക്ക് മൈലാഞ്ചി പ്രശ്നമുണ്ട്. അത് ഞാൻ പോകും വീഡിയോയിൽ പറയാം കേട്ടോ. ജാനുവരി 31 ഉണ്ണിക്കുട്ടൻ്റെ വീട്. അപ്പോൾ ഇതേ ഹൽദിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് മൈലാഞ്ചി ഇടണം. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ ചിറ്റയുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളിതേ എൻ്റെ ഒരു ഡ്രസ്സ് കയറാത്തതുകൊണ്ട് പകുതി വരെ ആക്കിയിട്ടേക്ക് ജംസ്യൂട്ടാണ്. അപ്പോൾ അതൊക്കെ എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേക്ക് ദാണ്ടെ ഞങ്ങൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ ഞാൻ 3 ദിവസം ഒരുങ്ങിയതൊക്കെ. അപ്പം എൻ്റെ സിസ്റ്റർ ദാണ്ടെ എൻ്റെ ലെൻസൊക്കെ എടുത്തിട്ടാണ്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു, കാരണം ഓൾറെഡി എനിക്ക് പനിയായിരുന്നു. പിന്നെ ചാട്ടവും മറിച്ചിലും ഒക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പനിയും കൂടിയിട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിക്കുള്ള പരിപാടി കേട്ടോ ഇത്. ഫെബ്രുവരി 1 രാത്രി 1 മണിക്ക് മൈലാഞ്ചി ഇടിയും. ടൈം നോക്കണം ഗൈസ്, 1 മണി കഴിഞ്ഞ്. അഭിനയിച്ച് കഴിഞ്ഞാൽ ഓഫ് കേട്ടോ. പേര് എഴുതുകയാണ് കയ്യിൽ. ന്യൂസ് പേപ്പർ ഒരു പ്രൊഫഷണലിസം ഇല്ല. ഉറങ്ങി ഗൈസ്. ബട്ട് സ്റ്റിൽ വർക്കിംഗ്. ബാച്ചലർ പാർട്ടി വിത്ത് കട്ടൻ ചായ. രാത്രി ഇപ്പം 2:30 2:30 കട്ടൻ ചായയും മിച്ചറിന് തിന്നുവാണ് ഗൈസ്. സ്റ്റിൽ വൈബിങ് ആണ്. രാത്രിയിലെ ഞങ്ങളുടെ ബാച്ചലർ പാർട്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അപ്പോൾ മൈലാഞ്ചി ഞാൻ ഒരു കയ്യിലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ കയ്യിലുള്ള മൈലാഞ്ചി ഇടിയിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കുറ്റം പറിച്ചു നോക്കിയാണ് ഇന്നത്തെ പരിപാടിയുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ പെണ്ണിൻ്റെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ അത് ഒരു കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്ക് വശത്തും കൂടെ ഇടണം, അത് ഇടണം. അതേ ഞാൻ കിടന്നുറങ്ങി. ഒരുത്തിനോടെ കിടന്നുറങ്ങി ഗൈസ്. എല്ലാവരും നമ്മളെ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഉറങ്ങാൻ ടൈമാണ്. ബ്രൈഡൊക്കെ ഉറങ്ങി ഗൈസ്. ബൈ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇന്ന് എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പം ഞാൻ രാവിലെ കഴിക്കുന്ന പുട്ടും കടലക്കറി മുട്ടയാണ്. സാധാരണ പിണ്ണാക്കായിരുന്നു, ആണ് ഗൈസ്. പിന്നെ ഞാൻ നമ്മുടെ ഉണ്ണിച്ചൻ്റെ വീട്ടിലാണ്. പിന്നെ ഉണ്ണിച്ചനെ ഞങ്ങൾ കെട്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൾമാർ എണീറ്റ് വന്നപ്പോൾ ഒരു സാധനവും ഇല്ല. പിന്നെ അവൾമാർക്കുള്ള അവൾമാർ തന്നെ കുക്ക് ചെയ്യുവാണ് കേട്ടോ. എനിക്ക് 2 പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ. ഒന്ന് കാലിന് വയ്യാണ്ടായി ഡാൻസ് കളിച്ചിട്ട്, അടുത്തതെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞളും കടലമാവും തേച്ച് നമ്മൾ മുഖത്ത് തേച്ച് കഴിയുമ്പം അത് എനിക്ക് റിയാക്ഷൻ ഉണ്ടായി, കുറേ കുരുക്കൾ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും ഇങ്ങനത്തെ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായി. പക്ഷെ നമ്മൾ മഞ്ഞളും ഇതും വെച്ചിട്ടാണ് നോർമലി യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് റിയാക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ 2 ദിവസം മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഹൽദിയുടെ അന്ന് അത് മുഖത്തിടാവുള്ളൂ കേട്ടോ. ഞങ്ങൾ ശരിക്കും വാരി പൂശുമായിരുന്നു, മഞ്ഞളിൽ കിടന്ന് കുളിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറേ റിയാക്ഷൻ